നമുക്ക് പണം വളരെ അത്യാവശ്യമാണ്. പണം ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിച്ചു. എന്തിനു വേണ്ടി പണം ഉണ്ടാക്കണമെന്ന് നമ്മൾ ചിന്തിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പണം ഉണ്ടാക്കാതെ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ പണം ഉണ്ടാക്കാൻ ഒരു മേഖല തിരഞ്ഞെടുത്തു. നമ്മൾ ഇതിനു മുമ്പേ സംസാരിച്ചതാണ്. പണം ഉണ്ടാക്കാൻ നമ്മൾ തിരഞ്ഞെടുത്ത മേഖലയെക്കുറിച്ച് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അവിടുത്തെ വിജയികളെ, അവിടുത്തെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ കണ്ടെത്തണം. വിജയിച്ചവർ ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടെത്തണം. പരാജയപ്പെട്ടവരെയും നമ്മൾ കണ്ടെത്തണം. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടെത്തണം. അതിനുശേഷം ആ മേഖലയിൽ നമുക്ക് സാധ്യമാകുന്ന അത്രയും നമ്മുടെ വാല്യൂ നമ്മൾ കൂട്ടിക്കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ മേഖലയെക്കുറിച്ച് പഠിക്കണം. അതിനുവേണ്ടി മണിയും എനർജിയും ടൈമും ഒക്കെ മാറ്റിവെക്കണം എന്നെല്ലാം നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചു പോയതാണ്. ഒപ്പം തന്നെയാണ് പുതിയ ഐഡിയാസ് നമ്മൾ ജനറേറ്റ് ചെയ്യണം, അത് എക്സിക്യൂട്ട് ചെയ്യണം. പക്ഷേ എങ്ങനെയാണ് നമ്മൾ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യുക? എങ്ങനെയാണ് നമുക്ക് ഐഡിയാസ് ഉണ്ടാവുക? ഒരിക്കലും നമ്മളൊരു മേഖലയിലേക്ക് കടന്നു വന്നിട്ട് മറ്റുള്ളവരെ കൃത്യമായിട്ട് കോപ്പി അടിച്ചാൽ നമുക്ക് ആ മേഖലയിൽ ഒരു വാല്യൂ കൂട്ടിക്കൊണ്ട് വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. അത് വെറും അനുകരണം മാത്രമായിട്ട് മാറും. അവിടെ നമ്മൾ തിങ്ക് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ചിന്തിക്കുക, മറ്റുള്ളവരെ നമ്മൾ കണ്ടെത്തുക, മനസ്സിലാക്കുക, നമ്മൾ പഠിക്കുക. പക്ഷേ നമ്മളുടേതായ ഐഡിയകൾ കൊണ്ടുവരാനായിട്ട് നമ്മൾ തിങ്ക് ചെയ്യുക. ചിന്തിക്കാനായി മാത്രം നിങ്ങൾ നിർബന്ധമായും കുറച്ച് സമയം മാറ്റിവെക്കുക. ആ ചിന്ത നിങ്ങളിൽ വ്യത്യസ്തങ്ങളായ ഐഡിയകൾ കൊണ്ടുതരും. അത് ഒരിക്കലും ഒരു ബ്ലൈൻഡായിട്ടുള്ള അനുകരണമായിട്ട് മാറില്ല. നിങ്ങളുടേതായ യുണീക്ക് ഐഡിയ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ചിന്തകളിലൂടെ, തിങ്കിങ്ങിലൂടെ നിങ്ങൾക്ക് സാധിക്കും.